ഇപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മുമ്പ് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ആഡ് ചെയ്യുമ്പോൾ അതിലോട്ട് എങ്ങനെ മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. വാട്സപ്പ് സെർച്ച് ചെയ്തിട്ട് അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റും ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യാണ്. ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് എനിക്ക് മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു മ്യൂസിക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു കവർ ഫോട്ടോയുടെ മുകളിൽ പ്ലേ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് സോങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പാട്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാണ്. ഇവിടെ ഒരു നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 15 സെക്കൻഡ് പാട്ടൊക്കെയാണ് ഇതിൽ പൊതുവേ ആഡ് ആവുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഡിഫാൾട്ടായിട്ട് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഭാഗമായിരിക്കും ഇവിടെ ഡിഫാൾട്ടായിട്ട് സെലക്ട് ആയിട്ട് വരിക. അപ്പം മിക്കവാറും അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു പാട്ടിൻ്റെ വേറൊരു ഭാഗമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഭാഗം സെലക്റ്റും ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താലും ഇപ്പോൾ പാട്ട് ആഡ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സ്റ്റോറി പോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പാട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലോട്ട് പാട്ടും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.